ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു കിടിലെ ഒരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ക്രിസ്മസിനെയൊക്കെ നല്ലൊരു കേക്ക് ഉണ്ടാക്കാം. എന്താ പറയുക, പ്ലം കേക്ക് ഉണ്ടാക്കിയേക്കാം. പക്ഷേ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും. നമ്മളും ക്രിസ്മസിനെയൊക്കെ നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ക്രിസ്മസിനെയൊക്കെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, രാഷ്ട്രീയ ബെല്ലും അടിക്കണേ. ആദ്യമേ നമുക്ക് മുസമ്പി തൊലി നമുക്ക് ചെത്തിയെടുക്കാം. ഇതിൻ്റെ വെള്ളത്തൊലി എടുക്കാൻ പാടില്ല. വെള്ളത്തൊലി എടുത്താൽ കഴിക്കും. ഇങ്ങനെ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. മുസമ്പി പിഴിഞ്ഞ് കഴിഞ്ഞു. ലാസ്റ്റാണ് ഇത്. അടുത്തത് നമുക്ക് നട്ട്സൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ള തയ്യാറിലേക്ക് പോവാം. നമുക്ക് പിഴിഞ്ഞ് വെച്ച മുസമ്പിക്കകത്തോട്ട് ഈ യൂട്ടി ഫ്യൂട്ടി ഇട്ട് കൊടുക്കാം. അടുത്ത വാൾനട്ട് ഇട്ട് കൊടുക്കാം. ബദാം പരിപ്പ് പീസാക്കിയതാണ്, ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറി മുറിച്ച് വെച്ചതാണ് ഇത് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തേക്കാം. ക്രിസ്മസ് മുന്തിരി ഇട്ട് കൊടുത്തേക്കാം. ഈത്തപ്പഴം ഇട്ട് കൊടുത്തേക്കാം. ഏലക്ക പൊടിച്ച് വെച്ചതാണ്. അതിൻ്റെ അവിടെ ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് പൊടിയാൻ വേണ്ടി. അത് ഇട്ട് കൊടുത്തേക്കാം. ഇത് കറുവപ്പട്ടയാണ്. ഇതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് ലാസ്റ്റ് ഈ ഓറഞ്ചിൻ്റെ ഇത് നമ്മൾ ചെത്തി വെച്ച ഓറഞ്ചിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കാം. മുസമ്പിയുടെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം. ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം കൂടെ ആയപ്പോഴത്തേന് നല്ല മണം. ഇവിടെയൊക്കെ അയൽവക്കാരൊക്കെ ബഹളം ഉണ്ടാക്കും, നല്ല മണം അടിക്കുന്നെന്നും പറഞ്ഞ്. പിന്നെ നമുക്ക് ഇച്ചിരി നേരം 2 മണിക്കൂറോളം ഇന്ന് ഇരിക്കണം. അവനെ നമുക്ക് 2 മണിക്കൂറത്തേന് റെഡിയാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര നമുക്ക് ഉരുക്കാനായിട്ട് പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. 2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ അതിന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉരുകാൻ വേണ്ടി. പാത്രത്തിൻ്റെ ചൂടിൻ്റെ അനുസരിച്ച് വേണം പഞ്ചസാര ഉരുകാൻ. ഇവനൊന്ന് പതയുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കൊടുക്കാം. ഇത് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചോണം. ഇത് ഭയങ്കര ഡേഞ്ചറാണ് വെള്ളം ഒഴിക്കുമ്പോൾ. അതുകൊണ്ട് കുറേശ്ശെ വേണം. എന്നിട്ട് പതുക്കെ ഇളക്കിയും കൊടുക്കണം. ഇതുപോലെ പിന്നെ പൊട്ടിത്തെറിക്കും. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് പാല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്നാന്ന് വെച്ചാൽ ഈ ബട്ടർ ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവനെ നല്ലപോലെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പഞ്ചസാര കൂടെ എൻ്റെ കൂടെ 1 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഇവനെ നല്ലപോലെ ഒന്ന് മിക്സാക്കാം. അടുത്ത് നമുക്ക് 3 മുട്ടയുണ്ട്. അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇവരെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. മിക്സാക്കി കൊടുക്കാം. പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് വാനില എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. വാനില എസൻസ് ഒഴിക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അടുത്തത് ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡായ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. നേരത്തെ നമ്മൾ പഞ്ചസാര ഉരുക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനിയും നമുക്ക് ആവശ്യത്തിനുള്ള മൈദാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം.
നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ കട്ടയാകും. അവിടെ പരുവത്തിനായിട്ടുണ്ട്, നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ കറക്റ്റാണ്. നമ്മുടെ മെയിൻ ഐറ്റം കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിയാറായി. അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, മിക്സാക്കി കൊടുക്കാം. നല്ല മണമുണ്ട്, ഫ്രൂട്ട്സിൻ്റെയൊക്കെ മണമായപ്പോൾ നല്ല. ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോവാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പഴയൊരു ദോശക്കല്ല് ഇട്ടിട്ടുണ്ട്, അത് ആ അടുപ്പിൻ്റെ മേളിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെമ്പ് അങ്ങോട്ട് വെക്കാം ചൂടാകാനായിട്ട്. അതിൻ്റെ മേളിലോട്ട് ചെമ്പെടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ പാത്രം സെറ്റായിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് പാത്രം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എയറൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇതിനെ സെറ്റാക്കി കൊടുക്കുക. അടുത്ത് നമുക്ക് ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. എൻ്റെ അമ്മപ്പോ സൂപ്പർ ഐറ്റം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ലോകം മൊത്തം അറിഞ്ഞിരിക്കുക ഞാൻ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. എന്നാന്ന് വെച്ചാൽ അതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മണമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഓടിയെത്തും ഇവിടെ. ഇപ്പം തന്നെ നല്ല സ്മെല്ല്. അപ്പം നമുക്ക് ഇവനെ അടുപ്പത്തോട്ട് വെക്കാം. നല്ല ചൂടായിട്ടുണ്ട് പാത്രം. ഇവനെ നമുക്ക് അടച്ച് വെക്കാം. പാത്രം വെച്ച് അടച്ച് വെക്കാം. ഇവനൊന്ന് വേഗട്ടെ. ഇവരൊന്ന് സെറ്റായെന്ന് തുറന്ന് നോക്കാം. എൻ്റെ അമ്പമ്പോ നല്ല സ്മെല്ല്. ഇതിൻ്റെ അകമൊക്കെ വെന്തോന്ന് നമുക്ക് ഈർക്കിലുണ്ടൊന്ന് കുത്തി നോക്കാം. ഇത് കുത്തി നോക്കുമ്പോൾ ഇത് പിടിക്കുവാണെന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല, പിടിച്ചിട്ടില്ലെങ്കിൽ നല്ല വെന്തിട്ടുണ്ട്. ഇത് പിടിച്ചിട്ടില്ല, നല്ല വെന്തിട്ടുണ്ട്. ഇവരെ നമുക്ക് 2 മണിക്കൂർ തന്നെ തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇവനെ ഈ താലയിലോട്ട് നമുക്ക് മറിക്കാം. പിന്നെ ഒന്ന് തട്ടി കൊടുക്കണം. റെഡിയായി തട്ടിയഞ്ഞ് വരും. റെഡിയായിട്ടുണ്ട്. എൻ്റെ അമ്മപ്പോ സൂപ്പർ ഐറ്റം. ഈ പേപ്പറും കൂടെ ഇളക്കി മാറ്റാം. നല്ല മണമുണ്ട്. നമുക്കൊന്ന് മറിച്ച് ഒന്നുകൂടെ ഇടാം. നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ആ കൂട്ടുകാരനെ കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്യിക്കാം. എങ്ങനെ ഉണ്ടെന്ന് കട്ട് ചെയ്ത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യിക്കുക. കഴിച്ചു നോക്കിയ സഹോദര. സൂപ്പറായിട്ട്, വളരെ സൂപ്പർ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു അല്ലേ? കത്തിയില്ല, നൈസാണ്, നല്ല സാധനമാണ്. മൊത്തം ഫ്രൂട്ട്സാണ്. മനസ്സിലായി. കടയിൽ പോലും ഇതുപോലത്തെ സാധനം കിട്ടത്തില്ല. അപ്പം ഞാനും ഒന്ന് ശകലം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ മധുരമില്ല, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്, നല്ല സെറ്റാണ്. എൻ്റെ അമ്മപ്പോ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ്. എല്ലാ ഫ്രൂട്ട്സിൻ്റെ നല്ല നല്ല സ്വാദം. എൻ്റെ അമ്മപ്പോ ഇതുവരെ കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. സൂപ്പർ ഐറ്റം. നമ്മുടെ കടകളിൽ നിന്ന് മേടിച്ചേക്കാട്ടിലും ഒക്കെ ഐറ്റം സൂപ്പർ. അടിച്ച് പൊളിച്ച് നമ്മള്. അപ്പം നിങ്ങളോട് എനിക്ക് എല്ലാവരും കാര്യം പറയട്ടെ. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും ക്രിസ്മസിനെയൊക്കെ കേക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കണം.
നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ബെല്ലൂടെ അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റാ ബൈ. ബൈ ബൈ ബൈ. പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ അകമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മണം ഈ അയിലൊക്കത്തെല്ലാം അടിച്ചിട്ടുണ്ട്.